ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രാവണി ഫാമിലി വ്ളോഗ്സ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വരുന്നത് നമ്മളൊരു പുതിയ സ്ഥലത്തേക്കാണ് പോകുന്നത്. നമ്മുടെ ഇവിടെ ചെറുതുരുത്തിയിൽ ഒരു പുതിയ പാർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വരെ പോയിട്ടില്ല. നമ്മുടെ അടുത്ത് വന്നിട്ട് പോവാതിരുന്ന മോശമല്ലേ, അപ്പോൾ അവിടേക്കൊന്നും നമുക്ക് പോവാലേ. അതിന് മുന്നായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ രാവിലെ ചേലക്കരയ്ക്ക് പോണ വഴി നമ്മൾ മോളിക്ക് നോക്കിയപ്പോൾ ഒരുപാട് വവ്വാൽ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വേഗം വീഡിയോ എടുത്തതാണ്. ബൈക്കിൽ പോണ കാരണമാണ് കേട്ടോ അത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ബസ്സിൽ പോകാന്ന് നമുക്കിതൊന്നും കാണാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു മരത്തിൽ ഒത്തിരി വവ്വാലുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി കൂട്ടത്തോടെ പറന്നതാണ് കേട്ടോ. നമുക്കത് കാണാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ആദ്യം മുതലേ അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ മരത്തിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് ഇറങ്ങി വരുന്ന ടൈമിൽ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കേണ്ട കാര്യം ഓർമ്മ ഉണ്ടായിരുന്നില്ല. പകുതി എത്തിയപ്പോഴാണ് ഏട്ടൻ വണ്ടി നിർത്തിയിട്ട് വീഡിയോ എടുത്തതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം വീഡിയോ എടുത്ത്. നല്ല രസമായിരുന്നു കേട്ടോ അത് കാണാൻ. പക്ഷേ എനിക്കത് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു പ്രേതത്തിൻ്റെ പടം ഉണ്ടായിരുന്നില്ല, അതിൽ ഒരുപാട് വവ്വാലുകൾ. അതാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഞാൻ ചോദിച്ചു, ഇനിയിപ്പോൾ പ്രേതം വല്ലതും കൂടിയതാണോ ഇത്രയും വവ്വാലുകൾ ഇങ്ങനെ മുകളിൽ കൂടെ പറക്കാനൊക്കെ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട്. വവ്വാലുകളുടെ ഒരു കൂട്ടം തന്നെ കാണാൻ പറ്റിയിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ പക്ഷികളെ കാണുന്നത്. ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ, നമ്മളൊന്ന് പ്രകൃതി ആസ്വദിച്ചാൽ നമുക്ക് ഒത്തിരി കാഴ്ചകൾ കാണാൻ പറ്റും. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് കാണുന്നത്. ഒരു പ്രത്യേക രസം തന്നെയായിരുന്നു കേട്ടോ. കുറേ നേരം വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ അതന്നെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടും അതിങ്ങനെ കണ്ടിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇതാ നേരെ ചേലക്കരയ്ക്ക് വന്ന് നമ്മുടെ പരിപാടി തുടങ്ങി. ഇന്നതേ ഒരു ഉച്ച ടൈമിലാണ് കേട്ടോ നമ്മൾ പാർക്കിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം വന്നിട്ട് നമ്മുടെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് വിത്തും കാര്യങ്ങളൊക്കെ ഇടാനുണ്ടായിരുന്നു. എൻ്റെ ഈ കോലം കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കണ്ടേ. നമ്മൾ ബൈക്കിൽ വന്ന കാരണം ഹെൽമെറ്റൊക്കെ ഇട്ട കാരണം മുടിയൊക്കെ ആകെ അലങ്കോലമായിരുന്നു. അപ്പോൾ വേഗം ഇങ്ങനെയൊക്കെ മുടി കെട്ടിയിട്ട് ഇരുന്നതാണ്. കുറച്ചൊരു 9-10 ബെഡാണ് കേട്ടോ ചെയ്യേണ്ടതെന്നുള്ളൂ. അപ്പോൾ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒരു കുറച്ച് നേരത്തെ പണി തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാനും ഏട്ടനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏട്ടൻ എന്നെ ചെറിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ കൂടി. എന്നിട്ട് വേഗം ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. സനുക്കുട്ടിയാണ് ഞങ്ങൾ ഇറങ്ങുന്നത് കണ്ടപ്പോഴേ പാർക്കിലേക്കാന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയൊന്നുമില്ലേ. ഞാൻ വേഗം പോയിട്ട് വരാം, ചേലക്കരയ്ക്കാണ്, അമ്മയ്ക്ക് പോവാണ്ട് പറ്റില്ലേ, വേഗം ചെന്നിട്ട് വരാനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സമാധാനിപ്പിച്ചിരുത്തിയതായിരുന്നു. ഞങ്ങൾ വരുന്നതിന് മുന്നേ റെഡി ആയിട്ട് നിൽക്കാനൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് ചെയ്യണതിൻ്റെ ഇടയിൽ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു, അമ്മ എന്താ വരാത്ത, ഞങ്ങൾ റെഡിയായി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വേഗം ഇറങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു മണിക്കൂർ സമയത്ത് പണി തന്നെ ഉണ്ടായിരുന്നല്ലോ കേട്ടോ. പിന്നെ ഇതാ കണ്ടില്ലേ, എത്ര നമ്മൾ മുടിയൊക്കെ നീറ്റായിട്ട് കെട്ടിയാലും നമ്മൾ വണ്ടിയിൽ കയറി ഹെൽമെറ്റൊക്കെ ഇട്ടാൽ തന്നെയാവും കോല. പിന്നെ എന്താ വരുന്ന വഴിക്ക് ഏട്ടൻ പറഞ്ഞു അടിപൊളി കടയാണ്, ഇവിടെ നല്ല പൊറാട്ടയും ഗ്രേവിയൊക്കെ കിട്ടുന്നു. ഏട്ടന് എങ്ങനെ ഇവിടെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇതാക്കിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ പാർക്കിലേക്കല്ലേ പോകുന്നത്, അപ്പോൾ അവിടുന്ന് കഴിക്കാനൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു പൊള്ളാച്ചി പോയതൊന്നും കിട്ടില്ല. ഞാനൊക്കെ വലിയ ജാട പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. എനിക്കൊന്നും വേണ്ട, ഏട്ടൻ കഴിച്ചു വന്നു. പക്ഷേ കയറിയപ്പോൾ പിന്നെ എന്താ, അപ്പോൾ അവിടെ ചെന്നപ്പോൾ പത്തിരിയും പൊറാട്ടയും ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ പൊതുവേ ഗ്രേവി കഴിക്കാത്ത കാരണമാണ് പൊറാട്ട കഴിക്കാതെ ഇരുന്നത്. എന്താ പറയുക, ആദ്യമൊക്കെ ഗ്രേവി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ ഗ്രേവിയിൽ എനിക്കറിയില്ല ബീഫിൻ്റെ ഇതുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ കഴിക്കാറില്ല കേട്ടോ ഗ്രേവി. അതുകൊണ്ട് തന്നെ ഞാൻ പത്തിരിയും കടലക്കറിയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ട്. എന്താ പറയുക, അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. ഏട്ടനതേ 2 പൊറാട്ടയും ഗ്രേവിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഗ്രേവി ഒഴിക്കുന്നതിന് മുന്നേ തന്നെ ഞാനൊരു കുഞ്ഞൊരു കഷ്ണം പൊറാട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, നല്ല ചൂടോട് കൂടിയിട്ടാകുമ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു. ഇതുവരെ ഞാൻ പൊറാട്ട കഴിച്ചതിൽ വെച്ചിട്ട് അവരെ പൊക്കി പറയാമെന്ന് ഒരിക്കലും വിചാരിക്കുന്നത്, അത്രയും നല്ല ടേസ്റ്റോട് കൂടി കഴിച്ചിട്ട് ഇന്നായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കതൊരു കുഞ്ഞൊരു കഷ്ണം മാത്രമേ ടേസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ചേലക്കര കിള്ളിമംഗലം വഴി ഉദടിയിലാണ് കേട്ടോ ഈ ഒരു ചെറിയ ഹോട്ടലുള്ളത്. ഇവിടെ പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നുമില്ല, വെറുതെ പൊറാട്ടയും പത്തിരിയും ചപ്പാത്തി മാത്രമാണ് കേട്ടോ. പിന്നെന്താ ഒത്തിരി നല്ല പോലെ തിരക്കാണ് കേട്ടോ. ഒരുപാട് പണിക്കാരൊക്കെ അവിടെ വന്ന് കഴിക്കുന്നുണ്ട്. ആദ്യമൊക്കെ വലിയ ജാട കാണിച്ചെങ്കിലും പിന്നെ അത് വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. അത്ര ടേസ്റ്റായിരുന്നു. ആ ഒരു കഴിച്ചതിൻ്റെ പൊറാട്ടയുടെ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ വായിന്നും മാറിയിട്ടില്ല. ഗ്രേവി കൂട്ടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. കടലക്കറിയൊക്കെ കൂട്ടി കഴിച്ചപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു. ഇപ്പോൾ കറി ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ആ പൊറാട്ട വെറുതെ കഴിക്കാൻ അത്രയും ടേസ്റ്റാണ്. ഇനി എന്തായാലും ആ വഴി പോകുമ്പോൾ എന്തായാലും ഞാൻ കയറും, എനിക്ക് അത്ര ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചേലക്കര ഉദടിയാണ് കേട്ടോ ഈ ഒരു ചെറിയ ഹോട്ടലുള്ളത്. ആ ഹോട്ടലിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ പേരെടുത്ത് പറയാത്തത്. ഫുഡൊക്കെ കഴിച്ച് നേരെ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മുടെ സനുവിനെയും കുഞ്ഞാറ്റേനെയും കൂട്ടി നേരെ പാർക്കിലേക്കാണ് ഇറങ്ങിയത്. നമ്മുടെ ചെറുതുരുത്തി പാലത്തിൻ്റെ അവിടെയാണ് ഈ പാർക്കുള്ളത്, നീല പാർക്കാണ്. അവിടെ ചെന്ന് കയറുമ്പോൾ തന്നെ ഭയങ്കര കൂളിംഗ് ആണ് കേട്ടോ. എത്ര ചൂടെന്ന് വന്നാലും നമ്മൾ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഭയങ്കര തണുപ്പാണ്. അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ അവിടെ ഉള്ളത്. കണ്ടില്ലേ, ഒരുപാട് ചെടികളൊക്കെ നട്ടുപിടിച്ച് ഭയങ്കര രസമാണ് കേട്ടോ കാഴ്ച കാണാൻ തന്നെ.
പിന്നെ അതേ ഏട്ടൻ കുഞ്ഞാറ്റേനെ സോപ്പ് ഇടുകയാണ്. നമ്മൾ താറ്റേറ്റ പോകണമെങ്കിൽ എനിക്കൊരു ഉമ്മ തരണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ വേഗം കുഞ്ഞാറ്റ ഉമ്മയെ കൊടുക്കുക. അതേപോലെ തന്നെ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് കഴിക്കാൻ കൊടുക്കുമ്പോൾ അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവന് കഴിക്കണമെങ്കിൽ കഴിച്ചാലാണ് പുറത്തേക്ക് പോകുള്ളൂ, താറ്റേറ്റ കൊണ്ടുപോകാനൊക്കെ പറഞ്ഞപ്പോൾ വേഗം കുഞ്ഞാറ്റ കഴിക്കട്ടെ, അങ്ങനെയൊക്കെ ഓരോ അടവെടുത്താലേ ഇവരെയും കൊണ്ട് കഴിപ്പിക്കാനും അങ്ങനെയൊക്കെ പറ്റുള്ളൂ. ഇതേ കണ്ടില്ലേ, നല്ലൊരു വഴിയാണ് കേട്ടോ, നമുക്ക് നടക്കാനൊക്കെ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വഴി തന്നെയാണ്. നല്ല ചരല് മെറ്റലും കൊണ്ടാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. വൈകുന്നേരങ്ങളിൽ വന്നിരിക്കുകയാണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക വൈബ് തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ ഉച്ച നേരത്തെ വന്ന കാരണം എന്തായാലും കുഴപ്പമില്ല. പക്ഷെ വൈകുന്നേരത്താണെന്ന് വെച്ചാൽ സൂര്യൻ്റെ അസ്തമയും ഉദയമൊക്കെ കാണാൻ ഭയങ്കര രസമാണല്ലോ. പിന്നെ അത് എല്ലാ തെങ്ങിൻ്റെ മുകളിൽ ഇങ്ങനെ പെയിൻ്റൊക്കെ അടിച്ച് നല്ലൊരു വൃത്തിയാക്കിയിട്ടുണ്ട്. എന്ത് രസമാണെന്ന് വെച്ചിട്ടാ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ. പിന്നെ ഇപ്പോൾ നമ്മൾ വലിയവർക്ക് കാണാൻ വരത്തില്ല, അത്ര വലിയ സൗകര്യമൊന്നും ഇല്ല കേട്ടോ. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഉദ്ഘാടനം കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. എന്നാൽ പോലും പിള്ളേർക്ക് കളിക്കാൻ ആവശ്യമായ ഒത്തിരി സൗകര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. വെറും 20 രൂപയാണ് കേട്ടോ ഈ ഒരു പാർക്കിൽ കയറാനുള്ള ചാർജ്. ഈ ഒരു പാർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. ഇപ്പോൾ ഫുള്ള് ഫ്രീ ആണ്. ഇനി ഇപ്പോഴും അവരിങ്ങനെ പണി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ ഏക്കർ കണക്കിനുള്ള സ്ഥലമാണ് കേട്ടോ. എന്തായാലും ഇത് പൂർണ്ണമായിട്ട് ഫുള്ളായി പണിയൊക്കെ കഴിഞ്ഞ് അടിപൊളി സ്ഥലമായിരിക്കും. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇപ്പോഴും ഒത്തിരി തിരക്കൊക്കെ ഉണ്ട്, അത്യാവശ്യം ആൾക്കാർ വരുന്നുണ്ട്. കുട്ടികളെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. അത് നമ്മുടെ അടുത്ത് തന്നെ, നമ്മുടെ ചെറുതുരുത്തി പാലത്തിൻ്റെ അവിടെയാണ്. അവർക്ക് ഒത്തിരി നേരം കളിക്കാനും നമുക്ക് സമയം ചിലവാക്കാനൊക്കെ പറ്റുന്ന ഒരു നല്ലൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതേ പുഴയൊക്കെ അത്യാവശ്യം നല്ല നിറഞ്ഞു കിടക്കുന്നുണ്ട്. ചെറുതായിട്ട് ഇപ്പം മലമ്പുഴയൊക്കെ തുറന്ന് വിട്ട കാരണം വെള്ളമൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ. അവിടെ ചെന്നപ്പോഴാണെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞാറ്റിക്കും സനുവിനായാലും ഇതൊന്നും ഇറങ്ങാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് നേരം ഇരുന്ന് കളിച്ചു. പിന്നെ അവിടെ സമയപരിധിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വെറും 20 രൂപയ്ക്ക് നമുക്ക് എത്ര നേരം വേണമെങ്കിലും പിള്ളേർക്ക് കളിക്കാം. രാവിലെ മുതൽ രാത്രി വരെ ടൈം ഉണ്ട് കേട്ടോ. നമ്മൾ വലിയവർക്കുള്ള സങ്കടം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇരിക്കാനും കളിക്കാനും പറ്റില്ലല്ലോ എന്ന് മാത്രമാണ്. കുട്ടികളെ ഏറെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം തന്നെയുണ്ട്. അതാ കണ്ടില്ലേ, നമ്മുടെ സൈന്യമൊക്കെ അതൊന്നും ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ പുഴയിൽ ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. പക്ഷെ ബോട്ടിംഗ് എന്ന് വെച്ചാൽ ഇപ്പോൾ നല്ല വെള്ളമുള്ള കാരണം നമുക്ക് ബോട്ടിംഗ് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബോട്ടിങ്ങിന് വെറും 100 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ബോട്ടിങ്ങിൽ ഇറങ്ങാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ എല്ലാ ഞായറാഴ്ച ഇവിടെ തന്നെ ആയിരിക്കും. നമ്മുടെ ഇവിടെ ഇപ്പോൾ ഒരുപാട് പണി നടക്കുന്നുണ്ട്. ഞങ്ങൾ വരുന്ന വഴിക്ക് അവിടെ കഥകളിയുടെ രൂപം അതുപോലെ ഒരുപാട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറേ നേരം കണ്ടു നിന്നു. ഇപ്പോൾ എന്തായാലും ഫുള്ളായി കഴിഞ്ഞാൽ അടിപൊളി തന്നെ ആയിരിക്കും. എന്തായാലും പറഞ്ഞ് നിങ്ങളെ ആരെയും കൊതിപ്പിക്കുന്നില്ല. എന്തായാലും നിങ്ങളൊന്ന് വന്ന് നോക്കൂട്ടെ. നമ്മുടെ ചെറുതുരുത്തി പാലത്തിൻ്റെ അവിടെയാണ് ഈ ഒരു സ്പോട്ട് ഉള്ളത്. അപ്പോൾ വരാത്തവരുണ്ടെങ്കിൽ ഒന്ന് വന്ന് നോക്കണേ. പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്പോട്ടാണ്. ഇത്രയും അടുത്തുണ്ടായിട്ടും ആരും പോയില്ല എന്ന് പറയുന്നത് മോശം തന്നെയല്ലേ. എന്താ കണ്ടില്ലേ, നമ്മൾ അവിടെ ചെന്നിട്ട് പരിചയപ്പെട്ടതാണ് ഈ ഒരു ചേച്ചീനെ. അതായത് ഈ പിള്ളേരുടെ കൂടെ ഫുള്ള് കളി തന്നെയായിരുന്നു കേട്ടോ സനു. ഇവിടെ കളിക്കാൻ മാത്രമല്ല കേട്ടോ, നമ്മൾ വലിയവർക്കായാലും കപ്പിൾസിനായാലും ഇരിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടൊക്കെ ഉണ്ട്. അതിനനുസരിച്ച് അവിടെ ഒരുപാട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയും ഓരോന്ന് വരുന്നേ ഉള്ളൂ. പിന്നെ അതാ ബോട്ടിങ്ങിൻ്റേതായ എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട്. ഞാനാണെന്ന് ഭയങ്കര സങ്കടത്തിലായിരുന്നു. ഇതുവരെ പോയിട്ട് ബോട്ടിങ് കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു നല്ല വെള്ളമല്ലേ, ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും കയറാം. പിന്നെ ഇതാ ഇവിടുന്ന് പ്രത്യേക ഒരു വൈബ് തന്നെയാണ് കേട്ടോ ഈ ഒരു ട്രെയിന് പോണത്.
ഇവിടെയുള്ള കാഴ്ചകൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ ഒരിക്കലും പറഞ്ഞു തരില്ല. അപ്പം നിങ്ങൾ എന്തായാലും വന്ന് ഒന്ന് കണ്ടു നോക്കും. നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ചെറുതുരുത്തി പാലത്തിനടുത്താണ് കേട്ടോ ഈ ഒരു സ്പോട്ട് വരുന്നത്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അടിച്ചു പൊളിച്ചു ഇന്നത്തെ ഒരു ദിവസം. നമ്മുടെ പിള്ളേർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. നമ്മുടെ പിള്ളേരുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. അങ്ങനെ ഇതാ വരുന്ന വഴിക്കൊക്കെ അടിപൊളി ബിരിയാണിയൊക്കെ കഴിച്ചു. ഇന്ന് ഫുള്ള് ഫുഡ് അടി തന്നെ ആയിരുന്നു കേട്ടോ. അന്ന് രാവിലെ ഇതാ പൊറാട്ടയൊക്കെ കഴിച്ചു, ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചു. ഏത് നേരത്തെ ഫുഡ് കഴിച്ചാലും ബിരിയാണി ഒന്നും കണ്ട എനിക്കൊരു ലിമിറ്റും ഇല്ല കേട്ടോ. ഏട്ടനാണെങ്കിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടൻ പറഞ്ഞ് കുറച്ച് മുന്നേ കഴിച്ചല്ലേ ഉള്ളൂ പറഞ്ഞിട്ട് ഒരു ബിരിയാണി കണ്ടിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നിന് ഞാനും കുഞ്ഞാറ്റും സനും കൂടിയിട്ട് ഷെയർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നല്ല ബിരിയാണിയൊക്കെ തട്ടി വയറൊക്കെ നിറഞ്ഞ് അങ്ങനെ നേരെ വീട്ടിലേക്ക് പോയിരുന്നു. ഏട്ടനാണെങ്കിൽ നേരെ പൊള്ളാച്ചിക്ക് പോയിട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മളെ പാലത്തിൻ്റെ അവിടുത്തെ പാർക്കിലേക്ക് ഒന്ന് പോയി നോക്കുക. ബൈ.